11 നാൾ നീണ്ട നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ വി ഡി സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസ് ഹൈക്കമാൻഡ്. കെ.സി. വേണുഗോപാലിനെ നേരിൽ വിളിച്ച് രാഹുൽ ഗാന്ധി അനുനയിപ്പിച്ച ശേഷമാണ് ദീപാദാസ് മുൻഷി നിർണായക പ്രഖ്യാപനം നടത്തിയത്. എംഎൽഎമാരുടെ തലയെണ്ണത്തേക്കാൾ അണികളുടെ വികാരവും ഘടകകക്ഷി നിലപാടുമാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത്. These discussions, it has been decided that Shri V.D. Satishan be appointed as the leader of the CLP. പട നയിച്ചവൻ തന്നെ ഇനി നാട് നയിക്കും. സാമാജികരുടെ തലയെണ്ണത്തേക്കാൾ ഹൈക്കമാൻഡ് വിലമതിച്ചത് അണികളുടെ ആവേശത്തിനാണ്. അതോടെ കോൺഗ്രസ് സംഘടനയിലെ കെ.സി. എന്ന അതികായൻ നിലം പതിച്ചു. മാറി മറിഞ്ഞ ട്വിസ്റ്റുകൾക്കൊടുവിൽ കെ.സിയെ വെട്ടിവീഴ്ത്തി വി.ഡി. മുഖ്യമന്ത്രിയായി. രാവിലെ മുതൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ പിരിമുറുക്കത്തിലായിരുന്നു. കെ.സി. വേണുഗോപാലിനെ വസതിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി ആ ദുഃഖസത്യം മുഖാമുഖം അറിയിച്ചു. എ.കെ. ആന്റണി അറിയിച്ച അണികളുടെ വികാരവും 2 ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ട സാഹചര്യവും മുസ്ലിം ലീഗിന്റെ കർക്കശ നിലപാടും ഹൈക്കമാൻഡ് പരിഗണിച്ചു. 1.5 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കെ.സി. വഴങ്ങി. ഇതിനിടെ രമേശ് ചെന്നിത്തലയെയും വി.ഡി. സതീശനെയും വിളിച്ച് രാഹുൽ തീരുമാനം അറിയിച്ചു. മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം ഒത്തുകൂടിയ സന്ദർഭത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫോൺ വിളി പാണക്കാട് സാദിഖലി തങ്ങൾക്കെത്തി. പാണക്കാട് വീട്ടിൽ എല്ലാവരുടെയും മുഖത്ത് ചിരി വിടർന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജനവിധി ഉണ്ടായിട്ടുണ്ടല്ലോ, ആ ജനവിധിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ളത്. നിയമസഭാ കക്ഷിയിൽ പ്രഖ്യാപനമെന്ന ആദ്യ ധാരണ തെറ്റിച്ച് 12 മണിക്ക് AICC ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം വിളിച്ച് ദീപാദാസ് മുൻഷി 11 ദിവസത്തെ നാടകത്തിന് തിരശ്ശീലയിട്ടു. അപ്പോൾ ഇന്ദിരാഭവനിലും ആലുവയിലും പറവൂരിലും ആർപ്പുവിളികൾ ഉയർന്നു. കന്റോൺമെന്റ് ഹൌസിലെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പദവിയെ ദൈവനിയോഗമെന്നാണ് വി.ഡി. വിശേഷിപ്പിച്ചത്. മുഖ്യമന്ത്രി പോരിൽ എതിരാളികളായ കെ.സിയെയും ആർ.സിയെയും പ്രശംസിക്കാൻ സതീശൻ ശ്രദ്ധാലുവായി. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണുന്നു. വ്യക്തിപരമായി കിട്ടിയ ഒരു കാര്യമായിട്ടല്ല കാണുന്നത്. എൻ്റെ നേതാവ് കൂടിയാണ് ശ്രീ രമേശ് ചെന്നിത്തല. എൻ്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകനാണ്, നേതാവ് കൂടിയാണ് ശ്രീ കെ.സി. വേണുഗോപാൽ. അവരെ എല്ലാവരെയും പൂർണ്ണമായ വിശ്വാസത്തിലെടുക്കും. KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിനോട്, അതുപോലെ ഇവിടുത്തെ ചുമതല AICCയുടെ ചുമതലയുണ്ടായിരുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയോട്, എല്ലാവരോടും അവരുടെ ക്യാമ്പ് ചെയ്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ പ്രത്യേകമായി പറയുകയാണ്. KPCC ആസ്ഥാനത്തെത്തിയ വി.ഡി. നേതാക്കൾ വാരിപ്പുണർന്നു. കെ.സി. പക്ഷത്തെ പിന്തുണച്ചിരുന്ന സണ്ണി ജോസഫിൽ നിന്ന് മധുര പ്രതികാരം പോലെ ലഡു വാങ്ങിക്കഴിച്ചു. വിരമിച്ചിട്ടും കേരളത്തിന്റെ ഹൈക്കമാൻഡായി നിലകൊള്ളുന്ന എ.കെ. ആന്റണിയുടെ അടുത്തേക്കായിരുന്നു അടുത്തത്. സുവർണ കാലഘട്ടമാകട്ടെ ഇനിയെന്ന് വി.ഡി. ആന്റണിയുടെ ആശംസ. ഒന്നിനു വരെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് കൊടുക്കേണ്ടി വരും, കുറച്ച് കൈപ്പിതിൽ കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുറച്ചുകൂടി കേരളത്തിന് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. അത്ര തരിപ്പണമായ സംസ്ഥാനത്തെ ഒന്ന് കരകയറ്റാൻ സതീശൻ സാവകാശം നൽകണം, സതീശനെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. UDFനെ വിസ്മയ വിജയത്തിലെത്തിക്കുകയും കുശാഗ്രതയോടെ 1-ാം നമ്പർ ആകുകയും ചെയ്ത സതീശന്റെ ഭരണകാലത്തിനായി കാക്കുകയാണ് കേരളം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.